ഈ തീവണ്ടി യാത്രക്കാരുടെ മുഴുവൻ ബൈക്കുകളും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ ഏകദേശം 600ഓളമാണ്. ഓക്കെ ജെയ്സൺ, ഒരു ദൃക്സാക്ഷിയുണ്ട്. അരുൺകുമാർ, ഇവിടെ ഒരാൾ ഇവിടുത്തെ നാട്ടുകാരൻ പറയുന്നത് എന്താ സംഭവിക്കാൻ സാധ്യത? റെയിൽവേയുടെ ഇലക്ട്രിക് കേബിളിന്റെ അതൊന്ന് ഷോർട്ട് വന്നിട്ടുള്ളതാണ്. ഷോർട്ട് വന്നിട്ട് അങ്ങനെ സ്പാർക്ക് പിടിച്ചതാണ്. അതായത് ഇവിടെ ഇലക്ട്രിക് പിന്നെ സ്കൂട്ടറുകൾ വെച്ചിട്ടുണ്ട്. റെയിൽവേയുടെ ഇലക്ട്രിക് കേബിൾ ഉണ്ടല്ലോ, അതിന്റെ അവിടുന്ന് ഷോർട്ട് വന്നിട്ട് ആ സാധനം സ്പാർക്കായി പിടിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണോ? ഞാനിവിടെ അവിടുന്ന് ഓടി വന്നതാണ്. ഞാൻ വേറെ അവിടുന്ന് ഓടി വന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഓടി വന്നതാണ്. അപ്പോൾ അതാണ് സംഭവിച്ചത്. അതിനാണ് സാധ്യത. ഇലക്ട്രിക് ലൈനിന്റെ അവിടുന്ന് സ്പാർക്ക് വന്നിട്ട് ഈ ബൈക്കിലേക്ക് കയറിയതാണ്. ബൈക്കിലേക്ക് അവിടെ ഒരു ടാർപ്പായിന്റെ ഈ മൂലക്കിൽ നിന്നാണ് സാധനം പടരുന്നത്. അരുൺകുമാർ, നാം നിൽക്കുന്ന ഈ പ്രദേശത്തെ ഈ അറ്റത്തെ ബൈക്കിൽ നിന്നാണ് ആദ്യത്തെ തീ പടരുന്നത്. അവിടെ നിന്ന് പിന്നെ എല്ലാം കൂടെ കത്തി പടരുകയായിരുന്നു. മാത്രമല്ല പെട്രോളും ഡീസലും നിറഞ്ഞ ബൈക്കുകൾ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ ഉണ്ട്. തീ പടരാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ ഏകാശ്വാസം എന്ന് പറയുന്നത് ഈ ഷീറ്റിന് താഴെയായിരുന്നുകൊണ്ട് തന്നെ പൊട്ടിത്തെറി ഉണ്ടായാലും അത് പുറത്തേക്ക് പോയില്ല എന്നതാണ് ഏകാശ്വാസം. ഇല്ലെങ്കിൽ വൻ ദുരന്തം സംഭവിക്കുമായിരുന്നു. അരുൺകുമാർ, യാതൊരു സംശയവുമില്ല. ഈ സമീപത്തെ ട്രെയിനുകൾ വന്ന് നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ പൊട്ടിത്തെറി ഉണ്ടായാൽ സ്വാഭാവികമായി ഇവിടെ തെറിച്ചു പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക്, ട്രെയിനിന് പരിസരത്തേക്ക് ആകുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നത് മഹാദുരന്തം ഒഴിവാക്കി എന്ന് മാത്രം പറയാം. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ചെറുതല്ല. 600-ലധികം ബൈക്കുകളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. 2-3 ദിവസം യാത്രയ്ക്ക് പോകുന്ന ആളുകൾ ബൈക്കുകളെല്ലാം ഇവിടെ സൂക്ഷിച്ച് പോകുമായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയധികം ബൈക്കുകൾക്ക് നാശനഷ്ടം സംഭവിച്ചത്. അതേസമയം ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരം നീണ്ടു നിൽക്കുന്ന ഈ ഷീറ്റ് സമ്പൂർണ്ണമായും എരിഞ്ഞ് ഉരുകി താഴോട്ട് പതിച്ചിരിക്കുന്നു. അതിന്റെ താഴെ ഇപ്പോൾ ബൈക്കുകളെല്ലാം അസ്ഥിപഞ്ജരങ്ങളായി മാറിയിരിക്കുന്നു. മഹാദുരന്തം മൊഴിയായി, പക്ഷേ മഹാനഷ്ടം സംഭവിച്ചിരിക്കുന്നു. അരുൺകുമാർ, ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് പുലർച്ചെ 5:30 കൂടിയാണ് തീ പടർന്നു പിടിച്ചത്. ദൃക്സാക്ഷികളുടെ പ്രതികരണമുണ്ട്. അവർ പറയുന്നതനുസരിച്ച് തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം റെയിൽവേയുടെ, അവിടെ നിന്നും ഒരു സ്പാർക്ക് ഈ ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന ഷെഡിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. ഏകദേശം 600ഓളം ബൈക്കുകളാണ് കത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടാവുന്നതാണ് ജെയ്സൺ. അവിടെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. രാവിലെ 5:40 കൂടി തീ പടരുന്നു. ആദ്യം 1-2 ബൈക്കിൽ തീ പിടിക്കുന്നു. തുടർന്ന് എല്ലാ ബൈക്കുകളിലേക്കും തീ പടർന്നു പിടിക്കുകയായിരുന്നു. 500-ലധികം ബൈക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. എല്ലാ ബൈക്കുകളും കത്തി നശിച്ചു. തകര ഷെഡായിരുന്നു ഈ ബൈക്ക് ഷെഡിനുണ്ടായിരുന്നത്. വലിയ തീയിലും ചൂടിലും ആ തകര ഷെഡ് ഉരുകിയിരിക്കുന്നതും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. ആ സമയത്ത് ഫയർഫോഴ്സിനെ അലേർട്ട് ചെയ്യുകയും ഫയർഫോഴ്സ് അവിടെ എത്തുന്ന സമയം കൊണ്ട് മുഴുവൻ ബൈക്കുകളും കത്തിനശിക്കുക മാത്രമല്ല, ആ ബൈക്ക് പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്ത് 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഒരു എഞ്ചിൻ അവിടെ പാർക്ക് ചെയ്തിരുന്നു. ആ എഞ്ചിന്റെ സൈഡിലേക്കും ട്രെയിൻ എഞ്ചിനിലേക്കും തീ പടർന്നു പിടിക്കുകയും അതിൻ്റെ ഒരു ഭാഗം ഉരുകുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ആദ്യം എഞ്ചിനിലെത്തി അണയ്ക്കാനാണ് ശ്രമം നടത്തിയത്. എഞ്ചിനിലെത്തി അണച്ചതിനു ശേഷം അവർ ബൈക്കിന്റെ ഷെഡിലേക്ക് കടക്കുകയും ഇപ്പോഴും തീ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. അതായത് അവിടെ ഇപ്പോൾ അഗ്നിശമന പ്രവർത്തനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാം. അവിടെ അവരുടെ സിഗ്നൽ യൂണിറ്റിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന്. ഏത് സിഗ്നലാ? ഈ റെയിൽവേയുടെ സിഗ്നൽ യൂണിറ്റിനെ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി മൊത്തം നിൽക്കണം. അപ്പോൾ അതൊന്ന് പരിശോധിച്ചിട്ട് ഇപ്പോൾ വരാം. ഒരു സെക്കൻഡ്. അല്ല, ഒരു സിഗ്നലിന്റെ റൂം ഉണ്ടാവും. ഒന്ന് കത്തിക്കഴിഞ്ഞാൽ വണ്ടികൾ നിൽക്കും. അതുകൊണ്ട് അത് പെട്ടെന്ന് എടുത്താൽ. അവിടെ സിഗ്നൽ റൂമിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് താഴോട്ടാകും. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അരുൺകുമാർ, ഇപ്പോൾ ഫയർഫോഴ്സ് ചെയ്യുന്നത് സമീപത്തെ ട്രെയിനുകൾ. ഓക്കെ, പറഞ്ഞോളൂ. ട്രെയിനുകൾ പോകുന്നതിന് വേണ്ടി സിഗ്നൽ റൂമുണ്ട്. ആ സിഗ്നൽ റൂമിലേക്ക് തീ പടർന്നാൽ ഈ യാത്ര മൊത്തം ബ്ലോക്കാകും, ട്രെയിനുകൾ നിശ്ചലമാകും. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പുറത്തേക്കൊന്നും പടരില്ല തീ. പക്ഷേ ആ തീ പടരില്ലെങ്കിൽ പോലും വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇനി അടിയന്തരമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇല്ലെങ്കിൽ സിഗ്നൽ സംവിധാനം തകരാറിലായാൽ സ്വാഭാവികമായും ഈ സംസ്ഥാനത്തെ മുഴുവൻ ട്രെയിൻ ഗതാഗതവും സ്തംഭിക്കും. കാരണം തൃശ്ശൂരിൻ്റെ സ്ഥലത്ത് ഇത്തരം പ്രശ്നമുണ്ടായാൽ സ്വാഭാവികമായും ട്രെയിൻ ഗതാഗതം സ്തംഭിക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു
വിഷയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സും റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്നത്. വലിയ ദുരന്തം ഒഴിവായി എന്ന് പറയുന്നതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. പാർക്ക് ചെയ്ത ചില ആളുകളുണ്ട്, അവിടെ ജീവനക്കാരൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കൂടി